എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതാണ്? ക്ലാസ് 8 4th ചാപ്റ്റർ പോളിഗൺ അല്ലേ. അപ്പോൾ പോളിഗണിൽ നമ്മൾ ആദ്യത്തെ എക്സസൈസൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും ആ പ്രോബ്ലംസൊക്കെ നന്നായി ചെയ്ത് പഠിക്കാം. ഓക്കെ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 66 തൊട്ട് 71 വരെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ആ പോയിൻറ്റ്സൊക്കെ നമ്മൾ നന്നായി മനസ്സിലാക്കിയാലേ നമുക്ക് പ്രോബ്ലംസ് വരുമ്പോൾ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിലെന്താണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ തുടക്കത്തിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതിനെ ഒന്ന് ഷോർട്ടാക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ. അപ്പോൾ ഇൻ എനി ട്രയാങ്കിൾ, അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഒരു പോയിൻ്റ്, ഇൻ എനി ട്രയാങ്കിൾ ദ സം ഓഫ് ദ ഇന്നർ ആംഗിൾസ് ആൻഡ് ആൻ ഔട്ടർ ആംഗിൾ അറ്റ് ഈച്ച് വെർട്ടെക്സ് 180. ഇങ്ങനെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ മീനിങ്? ഇൻ എനി ട്രയാങ്കിൾ, ഏത് ട്രയാങ്കിൾ എടുത്താലും ദ സം ഓഫ് ദ ഇന്നർ ആംഗിൾസ്, ഇന്നർ ആംഗിൾസിൻ്റെ സമ്മ് ആൻഡ് ദ ഔട്ടർ ആംഗിൾ അറ്റ് ഈച്ച് വെർട്ടെക്സ് 180. എന്താ അതിൻ്റെ അർത്ഥം എന്ന് നമുക്ക് ഞാൻ വരച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. അപ്പം ഞാൻ ദേ ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഇന്നർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഇതൊക്കെയാണ് ഇന്നർ ആംഗിൾസ് അല്ലേ. 3 ഇന്നർ ആംഗിൾസ് ഉണ്ട് അല്ലേ. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഇന്നർ ആംഗിൾസുകൾ നമ്മൾ വരച്ചു. ഇനി എന്തിനാണ് ഈ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത്? ഇവിടെ ഔട്ടർ ആംഗിൾ എന്ന് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. എന്താ അതിൻ്റെ അർത്ഥം? ഔട്ടർ ആംഗിൾ. അപ്പോൾ ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളിപ്പോൾ ഈ ലൈനിനെ അങ്ങോട്ട് നീട്ടി വരയ്ക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യില്ലേ. അതുപോലെ ഈ ലൈനിനെ ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുമ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യും അല്ലേ. അതുപോലെ ഈ ലൈനിനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചാൽ പുറത്ത് ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യും അല്ലേ. ഇതിനെയാണ് നമ്മൾ ഔട്ടർ ആംഗിൾസ് എന്ന് പറയുന്നത്. അതായത് ഈ ഓറഞ്ച് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കൂടാതെ വേറെ ഔട്ടർ ആംഗിൾസ് ഇവിടെ ഉണ്ട്, പക്ഷെ നമുക്ക് ഒരു ഔട്ടർ ആംഗിൾ ഇവിടെ കൺസിഡർ ചെയ്താൽ മതി നിങ്ങൾ. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ കിട്ടുന്ന ഈ ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത്. ഇനി അവർ പറയാണ് ഈ ഇന്നർ ആംഗിൾ, ഇതാണല്ലോ നമ്മുടെ വെർട്ടെക്സ്. വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ, ഈ ഒരു പോയിൻ്റ് അല്ലേ, എ, ഇത് ബി, ഇത് സി, ഇതാണ് നമ്മുടെ വെർട്ടെക്സുകൾ. ഈ വെർട്ടെക്സുകളിൽ നോക്കിയേ, പച്ച കളറിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് ഏതാ? ഇന്നർ ആംഗിൾ. പിന്നെ ഓറഞ്ച് കളറിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് ഔട്ടർ ആംഗിൾ. അവർ പറയാണ് ഈ ഇന്നർ ആംഗിളിൻ്റെയും ഔട്ടർ ആംഗിളിൻ്റെയും സമ്മ് 180 ആയിരിക്കുന്നു. അതായത് ഈ ലൈൻ, ഈ ഗ്രീൻ കളറിൽ ഞാൻ കൊടുത്തിട്ടുള്ള ഈ ആംഗിള്, അതുപോലെ ഈ ഓറഞ്ച് കളറിൽ കൊടുത്തിട്ടുള്ള ഈ ആംഗിൾ, ഈ 2 ആംഗിൾ ആഡ് ചെയ്താൽ 180 കിട്ടുന്നു. അത് ശരിയാണല്ലേ. നിങ്ങൾ നോക്കിയേ, ഇതൊരു ലീനിയർ പെയർ അല്ലേ. ഇത് രണ്ടും ആഡ് ചെയ്താൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഫസ്റ്റ് ചാപ്റ്ററിൽ, ലീനിയർ പെയർ ആഡ് ചെയ്താൽ 180 കിട്ടുന്നത്. അത് തന്നെയല്ലേ ഇവിടെയും വരുന്നത്. അതുപോലെ ഈ ഓരോന്നും നിങ്ങൾ നോക്കിയേ, ഈ ഗ്രീൻ, അതുപോലെ ഇവിടുത്തെ ഈ ഓറഞ്ച് എന്താണ്? ലീനിയർ പെയർ അല്ലേ. അപ്പോൾ അവർ കൂട്ടിയാൽ 180 കിട്ടും. അതുപോലെ തന്നെയാണ് സി എന്ന് പറയുന്ന വെർട്ടെക്സിലും ഈ ഗ്രീനും അതുപോലെ ഈ ഔട്ടർ ആംഗിളായിട്ടുള്ള ഈ ഓറഞ്ച് ആംഗിളും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 180 കിട്ടും. അതായത് എന്താ പറയുന്നത്? സം ഓഫ് ദ ഇന്നർ ആംഗിൾ ആൻഡ് ഔട്ടർ ആംഗിൾ, അതായത് ഇന്നർ ആംഗിളിൻ്റെയും ഔട്ടർ ആംഗിളിൻ്റെയും എവിടെ? അറ്റ് ഈച്ച് വെർട്ടെക്സ്, ഓരോ വെർട്ടെക്സിലും അവർ തമ്മിൽ കൂട്ടുകയാണെങ്കിൽ നമുക്ക് 180 കിട്ടും. ഓക്കെ. അപ്പോൾ അത് നമുക്ക് എന്ത് മനസ്സിലായി? ഈ ഒരു പോയിൻ്റ് എന്താണെന്ന് മനസ്സിലായി. അപ്പം നമ്മൾ ഈ ഒരു പോയിൻ്റ് മനസ്സിലാക്കി വെക്കണം, പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കണം. ഞാൻ വേണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് എക്സ്, വൈ, സെഡ്, ഈ കുഞ്ഞ് ആംഗിളിന് ഞാൻ എൽ, എം, എൻ ഇങ്ങനെ കൊടുത്തു, സ്മോൾ എൽ കേട്ടോ. അപ്പോൾ നമുക്കിതിനെ വെർട്ടെക്സുള്ള എ, ഈ വെർട്ടെക്സ് കൺസിഡർ ചെയ്ത് നോക്കിയേ, അറ്റ് വെർട്ടെക്സ് എ. ഇതൊന്നും നിങ്ങളുടെ ടെക്സ്റ്റിലില്ല, ഞാൻ ടെക്സ്റ്റിലുള്ള പോലെയല്ല എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, നിങ്ങൾക്ക് പോയിൻ്റ് മനസ്സിലാവാൻ മാത്രമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അറ്റ് വെർട്ടെക്സ് എ അവിടെ എന്താണ്? എൽ പ്ലസ് എക്സ്, ആ 2 ആംഗിൾസ് എല്ലും എക്സും കൂട്ടിയാൽ നിങ്ങൾക്ക് 180 കിട്ടും. അതുപോലെ അറ്റ് വെർട്ടെക്സ് ബി,
വൈയും എമ്മും കൂട്ടിയ, വൈ എന്ന് പറയുന്നത് ഏതാണ്? വൈ ആണ് ഇന്നർ ആംഗിൾ അവിടുത്തെ, എം ആണ് ഔട്ടർ ആംഗിൾ. സോ വൈ പ്ലസ് എം ഇസ് ഈക്വൽ ടു 180. ഇവിടെ എൽ എന്താണ്? ഔട്ടർ ആംഗിൾ. എക്സ് എന്താണ്? ഇന്നർ ആംഗിൾ. ഓക്കെ. ഇനി ഇവിടെ നോക്കിയേ, വൈ എന്താണ്? ഇന്നർ ആംഗിൾ. എം എന്താണ്? ഔട്ടർ ആംഗിൾ അല്ലേ? അപ്പോൾ അത് കൂട്ടിയാൽ നമുക്ക് 180 കിട്ടും. ഇനി അറ്റ് വെർട്ടെക്സ് സിയിലോ, അറ്റ് വെർട്ടെക്സ് സിയിൽ സെഡും എന്നും കൂട്ടി അല്ലേ? ഇതാണ് ഇന്നർ ആംഗിൾ, ഇതാണ് ഔട്ടർ ആംഗിൾ. സോ സെഡ് പ്ലസ് എൻ ഇസ് ഈക്വൽ ടു 180. സെഡ് ഈസ് ഇന്നർ ആംഗിൾ ആൻഡ് എൻ ഈസ് ദ ഔട്ടർ ആംഗിൾ. ഓക്കെ. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റാണ് നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഇനി അടുത്തൊരു കോൺസെപ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നത് ഇതാ, എന്താണ്? ഇൻ എനി ട്രയാങ്കിൾ ദ ഔട്ടർ ആംഗിൾ അറ്റ് എനി വെർട്ടെക്സ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദ ഇന്നർ ആംഗിൾസ് അറ്റ് ദ അതർ ടു വെർട്ടീസസ്. എന്ന് പറഞ്ഞാൽ എന്താ? ഏത് ട്രയാങ്കിൾ എടുത്താലും ഔട്ടർ ആംഗിൾ, അതായത് ഏതെങ്കിലും ഒരു വെർട്ടെക്സിലെ ഒരു ഔട്ടർ ആംഗിൾ കണ്ടോ, ഔട്ടർ ആംഗിൾ അറ്റ് എനി വെർട്ടെക്സ്, അത് എന്തിന് ഈക്വൽ ആയിരിക്കും? മറ്റ് രണ്ട് സൈഡിലെ മറ്റ് രണ്ട് വെർട്ടെക്സിലെ ഇന്നർ ആംഗിളുകളുടെ സമ്മായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്നില്ല അല്ലേ? അപ്പോൾ ഞാനതൊന്ന് വരച്ച് കാണിച്ചു തരാം. അപ്പം ഞാൻ വീണ്ടും എന്ത് വരയ്ക്കാം? ഒരു ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാം. ഇതാണ് വേറൊരു ട്രയാങ്കിൾ. ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഔട്ടർ ആംഗിളും വേണമല്ലേ ഇതിന്? അപ്പോൾ നമുക്ക് ഔട്ടർ ആംഗിളും വരയ്ക്കാം. ഇതിന് നമ്മൾ പറഞ്ഞല്ലോ, ഇതങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഔട്ടർ ആംഗിൾ കിട്ടും. ഇതാണ് ഇവിടുത്തെ ഔട്ടർ ആംഗിൾ. ഇനി ഇത് എക്സ്റ്റെൻഡ് ചെയ്താൽ നമുക്ക് ഇവിടെ ഒരു ആംഗിൾ കിട്ടും, അത് ഒരു ഔട്ടർ ആംഗിളാണ്. നമുക്ക് ഒരെണ്ണം എടുത്താൽ മതി. ഇവിടേക്ക് വരച്ചാൽ ഇവിടെ ഒരു ഔട്ടർ ആംഗിൾ കിട്ടും, അത് കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു ലൈൻ നമ്മൾ സൈഡ് എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ വരച്ച് നമുക്ക് കിട്ടുന്നതാണ് എന്താ? ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് 3 ഔട്ടർ ആംഗിൾ കിട്ടിയല്ലോ. അപ്പോൾ ഇതാണ് ഔട്ടർ ആംഗിൾസ്. ഇനി ഇതാണ് ഇന്നർ ആംഗിൾസ് അല്ലേ? ഉള്ളിലെന്താണ്? ഉള്ളിൽ നമുക്ക് ഇന്നർ ആംഗിൾസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഇവിടുത്തെ ഇന്നർ ആംഗിൾ, ഇത് ഇന്നർ ആംഗിൾ, ഇത് ഇന്നർ ആംഗിൾ. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഔട്ടർ ആംഗിൾ ഉണ്ടല്ലോ, അതായത് ഈ ഔട്ടർ ആംഗിൾ എന്താണ്? ഈ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് ഈ രണ്ട് ഇന്നർ ആംഗിൾ കൂട്ടിയാൽ കിട്ടുന്നതാണെന്ന്. അപ്പോൾ ഞാൻ ഈ ഔട്ടർ ആംഗിളിന് ഒരു പേര് കൊടുക്കാം, എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ. ഈ ഇന്നർ ആംഗിളിന് ഞാൻ എന്ത് കൊടുക്കാം? എം എന്നും എൻ എന്നും കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? എമ്മിൻ്റെയും എന്നിൻ്റെയും സമ്മാണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ പുറത്തത്തെ ഏതെങ്കിലും ഒരു വെർട്ടെക്സ്, ഇപ്പം നമ്മൾ ഇത് കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇവരുടെ രണ്ടുപേരുടെ സം എന്ന് പറഞ്ഞത്. ഇനി ഇയാളെ കൺസിഡർ ചെയ്യുകയാണെങ്കിലോ ഇവരുടെ രണ്ടുപേരുടെ സമ്മായിരിക്കും. ഓക്കെ. അപ്പം ഞാൻ ഇതിനും നമുക്കൊരു പേര് കൊടുക്കാം, എൽ എന്ന് കൊടുക്കാം. ഇതിന് എക്സ് കൊടുത്തിട്ടുണ്ട് ഞാൻ, അപ്പോൾ ഇതിന് ഞാൻ എന്ത് കൊടുക്കാം? വൈ, ഇതിന് സെഡ് എന്ന് കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമുക്കിതിന് എങ്ങനെ എഴുതാം? ഈ എക്സ് എന്ന് പറയുന്നത് എമ്മും എന്നും കൂട്ടിയതിന് തുല്യമാണ്. അതുപോലെ നിങ്ങൾക്ക് ഇതും പറയാലോ. കാരണം എന്താ? അവർ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് അതിൻ്റെ അപ്പുറത്തെ വരുന്ന രണ്ട് വെർട്ടെക്സുകളുടെ ഇന്നർ ആംഗിളുകളുടെ സമ്മാണ്. അതായത് ഇവിടുത്തെ ഔട്ടർ ആംഗിളായിട്ടുള്ള എക്സ് കിട്ടണമെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ ഈ വെർട്ടെക്സ് കൂടാതെ വരുന്ന രണ്ട് വെർട്ടെക്സ് ഇല്ലേ, അതിൻ്റെ ഉള്ളിലത്തെ ഇന്നർ ആംഗിളുകൾ തമ്മിൽ ആഡ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെ മനസ്സിലായി. ഇനി നമുക്കപ്പോൾ ഇതിന്ന് എക്സിൻ്റെ കാര്യം നമ്മൾ എഴുതി. ഇനി വൈയുടെ കാര്യമാണ് നമ്മൾ എഴുതണമെങ്കിലോ, വൈ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ഇതെങ്ങനെയാണ് കിട്ടുക? ഇത് ഈ വെർട്ടെക്സിൻ്റെ ആണല്ലേ. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന രണ്ട് ആംഗിളുകൾ ഇതല്ലേ, ഇത് രണ്ടും ആഡ് ചെയ്താൽ മതി. അതായത് എൽ പ്ലസ് എൻ ഇന്നർ ആംഗിൾസ് ആണ് കേട്ടോ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വൈ എന്ന് പറഞ്ഞ ഔട്ടർ ആംഗിൾ കിട്ടാൻ ഈ ട്രയാങ്കിളിൻ്റെ ഉള്ളിലത്തെ ഈ വെർട്ടെക്സിന് അപ്പുറത്ത് കിടക്കുന്ന രണ്ട് വെർട്ടെക്സുകളുടെ ഇന്നർ ആംഗിൾസുകൾ തമ്മിൽ ആഡ് ചെയ്താൽ മതി. ഇനി ഇതാണെങ്കിലോ എൻ കിട്ടാനോ, എൻ കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സോറി, എൻ അല്ല, സെഡ് കിട്ടാൻ അല്ലേ, ഔട്ടർ ആംഗിൾ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇതാണ് ഇവിടുത്തെ ഔട്ടർ ആംഗിൾ.
ഇവിടുത്തെ 2 ഇന്നർ ആംഗിൾ ആഡ് ചെയ്താൽ മതി അല്ലേ. അതായത് ഈ വെർട്ടെക്സിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന 2 വെർട്ടെക്സിൻ്റെ ഇന്നർ ആംഗിൾസ്, അതായത് എം പ്ലസ് എൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് കാണാതെ എഴുതാവുന്നതേ ഉള്ളൂ. എന്താണ് പറഞ്ഞു നോക്കിയേ, ഇതിനെന്താ പറയുക? ഇൻ എനി ട്രയാങ്കിൾ ദ ഔട്ടർ ആംഗിൾ അറ്റ് എനി വെർട്ടെക്സ് ഈസ് ഈക്വൽ ടു സം ഓഫ് ദ ഇന്നർ ആംഗിൾസ് അറ്റ് ദ അതർ 2 വെർട്ടെക്സസ്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു വെർട്ടെക്സിൽ പുറത്ത് കിടക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് അതിൻ്റെ അപ്പുറത്തെ 2 വെർട്ടീസസിൽ കിടക്കുന്ന ഇന്നർ ആംഗിളുകളുടെ സമ്മാണ്. അതിലേത്, ഇപ്പോൾ എക്സിൻ്റെ കേസാണെങ്കിൽ എം പ്ലസ് എൻ, സെഡ് ആണെങ്കിൽ എൽ പ്ലസ് എം, വൈ ആണെങ്കിൽ എൽ പ്ലസ് എൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് കോൺസെപ്റ്റ്. അടുത്തത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് അടുത്ത കോൺസെപ്റ്റ് ഈ ഒരു പോയിൻ്റാണ്. എന്താണ്? ഇൻ എനി ട്രയാങ്കിൾ ഇഫ് വി ടേക്ക് 1 ഔട്ടർ ആംഗിൾ അറ്റ് ഈച്ച് വെർട്ടെക്സ് ദെൻ ദെയർ സം ഈസ് 360. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്, നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അതായത് നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കാം. ഇൻ എനി ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഏത് ട്രയാങ്കിൾ എടുത്താലും, ഏത് ട്രയാങ്കിൾ വേണമെങ്കിലും ആയിക്കോട്ടെ, ആ ട്രയാങ്കിളിൻ്റെ ഇഫ് വി ടേക്ക് 1 ഔട്ടർ ആംഗിൾ, അപ്പോൾ നമ്മൾ ഔട്ടർ ആംഗിൾ ഇവിടെ വരച്ച് വെക്കണം അല്ലേ. അപ്പോൾ ഔട്ടർ ആംഗിൾ നമുക്ക് വരച്ച് വയ്ക്കാം. നമുക്കൊരു ഔട്ടർ ആംഗിൾ ഇവിടെ കിട്ടും. ഇനി ഇവിടെ ഒരു ഔട്ടർ ആംഗിൾ ഉണ്ടല്ലോ, ഇതൊരു ഔട്ടർ ആംഗിൾ കിട്ടും. ഇനി ഇവിടേക്ക് ഒരു ഔട്ടർ ആംഗിൾ കിട്ടുമല്ലോ, ഇതൊരു ഔട്ടർ ആംഗിൾ കിട്ടി. ഓക്കെ, അപ്പോൾ ഈ ഔട്ടർ ആംഗിളുകളുടെ ഓരോ വെർട്ടെക്സിലും വരുന്ന ഔട്ടർ ആംഗിളുകളുടെ, ഇപ്പോൾ വെർട്ടെക്സിന് നമുക്ക് എ ബി സി, അതായത് ഈ എ ബി സി ഈ ഓരോ വെർട്ടെക്സിലും വരുന്ന ഔട്ടർ ആംഗിളുകളാണ് ഏതൊക്കെ? ഇത് അല്ലേ. അപ്പോൾ ഇതിന് ഞാൻ എക്സ് വൈ സെഡ് എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഔട്ടർ ആംഗിൾസ് ആണല്ലേ, പുറത്തല്ലേ കിടക്കുന്നത്. അപ്പോൾ എക്സ് വൈ സെഡ് അത് ആഡ് ചെയ്താൽ അവരുടെ സം, അതായത് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സം എത്രയായിരിക്കും? ഔട്ടർ ആംഗിളുകളുടെ സമ്മ് 360 ഡിഗ്രി ആയിരിക്കും. അതാണ് ഈ പോയിന്റിൽ പറയുന്നത്. ഇനി അടുത്തത് എന്താ പറയുന്നത്? അടുത്ത നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന പോയിന്റ് സം ഓഫ് ദ ഔട്ടർ ആംഗിൾസ് ഓഫ് എനി പോളിഗൺ ഈസ് 360. അപ്പം നമ്മളിപ്പോൾ നേരത്തെ എന്താ കണ്ടേ? ട്രയാങ്കിളുകളുടെ ഔട്ടർ ആംഗിളുകളുടെ സമ്മ് 360 ആണെന്ന് കണ്ടു. ഇനി അവർ പറയുന്നത് എന്താ? ഏത് പോളിഗൺ എടുത്താലും ഔട്ടർ ആംഗിളുകളുടെ സം നമുക്ക് 360 കിട്ടുമെന്നാണ് പറയുന്നത്. നിങ്ങൾ പെൻറ്റഗണോ ഹെക്സഗണോ ഹെപ്റ്റഗണോ ഏത് പോളിഗൺ എടുത്താലും ഔട്ടർ ആംഗിളുകളുടെ ഓരോ വെർട്ടെക്സിലും വരുന്ന ഓരോ ഔട്ടർ ആംഗിളുകൾ എടുത്ത് സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 360 കിട്ടും. അപ്പം നമുക്കതൊന്ന് പ്രൂവ് ചെയ്ത് നോക്കിയാലോ? നമുക്ക് ശരിയാണോ നോക്കാം അല്ലേ. അതായത് ഇപ്പോൾ ഞാനൊരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാം. അപ്പോൾ ക്വാഡ്രിലാറ്ററൽ എങ്ങനെ വരയ്ക്കാം? അപ്പോൾ നമുക്ക് വരയ്ക്കുമ്പോൾ ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ 4 സൈഡ് വേണമെന്നേ ഉള്ളൂ ഷേപ്പ്. ഓക്കെ, അപ്പോൾ ഞാൻ റഫായിട്ടാണ് വരച്ചിരിക്കുന്നത്. ഇതാണ് ഒരു ക്വാഡ്രിലാറ്ററൽ. ഇനി അവരെന്താ പറഞ്ഞത്? ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എന്താണ് ഔട്ടർ ആംഗിൾ സം എത്രയായിരിക്കണം? 360 കിട്ടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഔട്ടർ ആംഗിൾ ഇവിടെ വരും അല്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഔട്ടർ ആംഗിൾ. ഇതിൻ്റെ ഔട്ടർ ആംഗിൾ എവിടെ വരും? ഇവിടെ വരും. ഇതിൻ്റെ ഔട്ടർ ആംഗിൾ എവിടെ വരും? ഇവിടെ വരും. ഇതിൻ്റെ ഔട്ടർ ആംഗിൾ എവിടെ വരും? അങ്ങോട്ടായിരുന്നു വരയ്ക്കേണ്ടത്. ഓക്കെ, ശരി, ഇവിടെ എടുക്കാം. ഇതായാലും കുഴപ്പമില്ല. അപ്പോൾ ഔട്ടർ ആംഗിളുകൾ ഇങ്ങനെ എടുത്തു നമ്മൾ. ഇനി ഇവിടെ നമുക്ക് ഞാനൊരു 90 ഡിഗ്രി തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇത് 90 ഡിഗ്രി. ഓക്കെ, ഇത് 90 ഡിഗ്രിയാണെന്ന് വിചാരിക്കുക. ഇനി ഇത് നിങ്ങൾക്ക് ഒരു 120 ഡിഗ്രിയാണെന്ന് വിചാരിക്കാം. ഇനി ഇത് നമുക്ക് ഒരു 80 ഡിഗ്രി എടുക്കാം. ഇതൊരു 70 ഡിഗ്രി എടുക്കാം. അതായത് 4ഉം ഡിഫറെൻറ്റാണ്. നമുക്കറിയാം ഇതിൻ്റെ ഇന്നർ ആംഗിൾസ് എല്ലാം കൂട്ടി എത്ര കിട്ടുമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ. ക്വാഡ്രിലാറ്ററലുടെ ഇന്നർ സം ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനൊക്കെ ഓർക്കുന്നില്ലേ? അതായത് n-2 × 180. അത് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? ഇത് 360 കിട്ടണമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണല്ലേ. അപ്പോൾ നോക്കിയാൽ 90, ഇത് 200 ആയി, 290 ആയി, 290 + 70 എന്ന് പറയുമ്പോൾ 360 ആയി. അപ്പോൾ നമുക്ക് ഇന്നർ ആംഗിളുകളുടെ സമ്മൊക്കെ 360 ആണ്.
ഇനി നമ്മൾക്ക് ഔട്ടർ ആംഗിൾ വേണ്ടേ? ഔട്ടർ ആംഗിൾ എങ്ങനെയാണ്? ഇതാ ഈ ഒരു ആംഗിൾ അല്ലേ. അപ്പോൾ ഇത് നോക്കി, ഇത് 90 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് ലീനിയർ പെയർ പോലെയല്ലേ കിടക്കുന്നത്. ഇത് രണ്ടും കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടണമെന്നാണ് നമ്മൾ പറഞ്ഞത്? 180 കിട്ടണം അല്ലേ. അത് ഏത് ഷേപ്പായാലും. അപ്പോൾ നമ്മൾ ട്രയാങ്കിളിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചല്ലോ, ഇവിടെ എത്രയാണ്? ഇവിടെ 60 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 120 ആയിരിക്കും. കാരണം ഇത് രണ്ടും ആഡ് ചെയ്തുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 180 കിട്ടണം. അപ്പോൾ ഇവിടെ 90 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? ഇതും 90 ആയിരിക്കും. കാരണം ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 180 കിട്ടണം. ഇനി ഇതോ, ഇത് 70 ആണെങ്കിൽ ഇത് ഇവിടെ എത്രയായിരിക്കും? 110 ഡിഗ്രി ആയിരിക്കും അല്ലേ. കാരണം ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 കിട്ടണം. ഇനി ഈ ഇന്നർ ആംഗിളിനും ഔട്ടർ ആംഗിളും ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടണമെങ്കിൽ ഇത് 100 ആയിരിക്കും അല്ലേ. ഇനി ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടണമെങ്കിൽ ഇത് 120 ആണ്. അപ്പോൾ ഇനി അത് 120 180 ആവണമെങ്കിൽ നമുക്ക് 60 കൂടിയല്ലേ വേണ്ടേ. അപ്പോൾ അത് 60 ആയിരിക്കും. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഏത് പോളിഗൺ എടുത്താലും ഔട്ടർ ആംഗിൾസ് നമ്മൾ 360 ആവണമെന്നല്ലേ. ഈ ഔട്ടർ ആംഗിൾസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. അതായത് ഇവിടുത്തെ ഔട്ടർ ആംഗിൾസ് ഏതൊക്കെയാണ്? 90 + 60 + 100 + 110 110 അല്ലേ. 110 കൂടെ ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 90 60 100 110. അപ്പോൾ 90 60 ആഡ് ചെയ്യുമ്പോൾ 150 ആയി, പ്ലസ് 100 എന്ന് പറയുമ്പോൾ 250 ആയി, പ്ലസ് 110 എന്ന് പറയുമ്പോൾ 360 ആയി. അപ്പോൾ നമുക്കിത് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്? 360 കിട്ടുന്നുണ്ട്. ഇതുപോലെ ഇതിപ്പോൾ നമ്മൾ ക്വാഡ്രിലാറ്ററലാണ് എടുത്തത്. ഇതുപോലെ നമ്മൾ ഏത് ഷേപ്പ് ഏത് പോളിഗൺ എടുത്താലും ഇതുപോലെ ഔട്ടർ ആംഗിളുകൾ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 360 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ. ഇനി ഇതിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിരിക്കുന്നത്, സം ഓഫ് ദ ഔട്ടർ ആംഗിൾസ് അറ്റ് എനി ടു വെർട്ടീസസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽസ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദ ഇന്നർ ആംഗിൾസ് അറ്റ് ദ അതർ ടു വെർട്ടീസസ്. എന്താ ഇത് ഉദ്ദേശിക്കുന്നത്? ഇത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇതാ ഇപ്പോൾ നമ്മൾ ഈ ഒരു 90 അല്ലേ, ഈ 90 എന്ന് പറയുന്ന ആംഗിൾ സം ഓഫ് ദ ഔട്ടർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ രണ്ട് വെർട്ടീസ് അടുത്തടുത്ത രണ്ട് വെർട്ടീസസിൽ വരുന്ന ഔട്ടർ ആംഗിൾസ് കൺസിഡർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഈ 60 ഈ 90 എടുക്കാം. അവരുടെ സം 90 + 60 നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 150 കിട്ടും അല്ലേ. അത് തന്നെയായിരിക്കും ഇതിൻ്റെ ഈ ഉള്ളിലത്തെ ഈ വെർട്ടെക്സിന് ഓപ്പോസിറ്റ് കിടക്കുന്ന വെർട്ടെക്സുകളുടെ, ഇതിപ്പോൾ പുറത്തത്തെ രണ്ടെണ്ണമാണ് ആഡ് ചെയ്തത് അല്ലേ, അതിൻ്റെ സമ്മ ഇത്. അതായത് ഔട്ടർ ആംഗിൾസ് സമ്മാണ് അല്ലേ, ഈ രണ്ട് വെർട്ടീസുകളല്ലേ. അതായത് ഇപ്പോൾ നമുക്ക് പേര് കൊടുക്കുകയാണെങ്കിൽ A B C D അറ്റ് A ആൻഡ് B, എയിലും ബിയിലും വരുന്ന വെർട്ടീസസുകളുടെ ഔട്ടർ ആംഗിളിൻ്റെ സമ്മാണ് 150. അത് എന്തിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്? മറ്റ് രണ്ട് വെർട്ടീസുകളിലെ ഇന്നർ ആംഗിൾ സമ്മിന് ഈക്വൽ ആയിരിക്കും. അതായത് 80 + 70 അത് എത്ര കിട്ടുക നോക്കിയേ? 80 70 150 തന്നെയല്ലേ കിട്ടുന്നത്. അതെന്താണ്? ഇന്നർ ആംഗിൾ സമ്മാണ് അല്ലേ. അറ്റ് ഏതൊക്കെ വെർട്ടീസസിലാണ്? D ആൻഡ് C. അറ്റ് D ആൻഡ് C. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. അതായത് ഏതൊരു ക്വാഡ്രിലാറ്റർ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏതാണ്? ഏതൊരു ക്വാഡ്രിലാറ്റർ എടുത്താലും അതിൻ്റെ രണ്ട് വെർട്ടീസുകളുടെ ഔട്ടർ ആംഗിൾ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഇന്നർ ആംഗിളുകൾ, അപ്പോൾ ഓപ്പോസിറ്റ് കിടക്കുന്ന വെർട്ടെക്സുകളുടെ ഇന്നർ ആംഗിളുകൾ സം ചെയ്ത അതേ അളവ് തന്നെയായിരിക്കും. ഇതിൻ്റെ കേസിൽ മാത്രമല്ല, ഇപ്പോൾ ഈ രണ്ട് വെർട്ടീസസ് എടുത്താൽ നമ്മൾ ഇത് വേണമെങ്കിൽ കൺസിഡർ ചെയ്ത് നോക്കാം. നോക്കിയേ, 100ഉം 110ഉം കൂടെ ആഡ് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ 100ഉം 110ഉം ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 210 കിട്ടും. അപ്പോൾ ഇത് തന്നെയാണോ നമുക്ക് ഇവിടുത്തെ ഉള്ളിലത്തെ ആംഗിളുകൾ ആഡ് ചെയ്താൽ കിട്ടുന്നത് നോക്കാം. കാരണം ഇത് രണ്ടും ഇവിടുത്തെ ഔട്ടർ ആംഗിൾസാണ്. അതിൻ്റെ സമ്മും ഓപ്പോസിറ്റ് വെർട്ടീസസിലെ ഇന്നർ ആംഗിളുകളുടെ സമ്മും ഈക്വൽ ആവണമെന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ 120ഉം 90ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 120ഉം 90ഉം അപ്പുറത്തെ ഇന്നർ ആംഗിൾസാണ്. അവർ ആഡ് ചെയ്യുമ്പോൾ നോക്കിക്കേ, നമുക്ക് 210 തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ആ കോൺസെപ്റ്റ്. ഓക്കെ. ഇനി ക്വാഡ്രിലാറ്ററൽ, ദ സം ഓഫ് ദ outer angles at two vertices is equal to the sum of the inner angles of the other two vertices. നമുക്ക് നമ്മൾ പഠിച്ച കോൺസെപ്റ്റുകളായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ്, നമ്മുടെ എക്സസൈസ് ആണ് നമ്മൾ ചെയ്യുന്നത്. പേജ് നമ്പർ 72 വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: all inner angles of an 18-sided polygon are equal.
2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഹൗ മച്ച് ഈസ് ഈച്ച് ഔട്ടർ ആംഗിൾ, രണ്ടാമത്തെ ഹൗ മച്ച് ഈസ് ഈച്ച് ഇന്നർ ആംഗിൾ. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു 18 സൈഡഡ് പോളിഗണിൻ്റെ എല്ലാ ഇന്നർ ആംഗിൾസും എന്താണ്, ഈക്വൽ ആണെന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 18 സൈഡഡ് പോളിഗണിൻ്റെ ഇന്നർ ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇന്നർ ആംഗിൾ സം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? ഇന്നർ ആംഗിൾ സം കണ്ടുപിടിക്കാനുള്ള ഫോർമുല n-2 × 180 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ അതിന് നമുക്ക് ഇട്ട് കൊടുത്താൽ പോരെ. n ഇവിടെ എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 18 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 18 - 2 × 180 ചെയ്യാം. 18 - 2 എന്ന് പറഞ്ഞാൽ 16 × 180. അപ്പം 180 18 × 16 ചെയ്തിട്ട് നമുക്ക് 0 ആഡ് ചെയ്ത് കൊടുക്കാം അല്ലേ? 6 48 8 6 4 10 8 1 8 8 2. അതായത് നമുക്ക് കിട്ടുക 2880. ഇത്രയും ഡിഗ്രിയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അതിൻ്റെ ഇന്നർ ആംഗിളുകളുടെ സമ്മ് കിട്ടുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ചു. കാരണം ഇവരെന്താ തന്നിരിക്കുന്നത്? എല്ലാ ഇന്നർ ആംഗിൾസും സെയിം ആണെന്ന് തന്നിട്ടുണ്ട് കേട്ടോ. എന്താണ്? ഓൾ ഇന്നർ ആംഗിൾസ് ഓഫ് എൻ 80 സൈഡഡ് പോളിഗൺസ് ആർ ഈക്വൽ. അപ്പോൾ നോക്കിയേ, അവർ നമ്മളോട് ചോദിക്കുക ഹൗ മച്ച് ഈസ് ഈച്ച് ഔട്ടർ ആംഗിൾ, ഹൗ മച്ച് ഈസ് ഈച്ച് ഇന്നർ ആംഗിൾ എന്ന്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ചെയ്ത് നോക്കാം. ഹൗ മച്ച് ഈസ് ഈച്ച് ഇന്നർ ആംഗിൾ, അതായത് ഈ 18 സൈഡഡ് പോളിഗണിൻ്റെ ഉള്ളിലത്തെ എല്ലാ ആംഗിളുകളുടെയും സമ്മാണിത്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇതിനാ സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. അതായത് 2880 ഡിവൈഡഡ് ബൈ എത്ര സൈഡുള്ള പോളിഗൺ അത്? 18. കാരണം ഇന്നർ ആംഗിളുകളെല്ലാം ഈക്വലാന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ എത്ര സൈഡ് ഉണ്ടോ, കാരണം എന്താണ് അത്രയും തന്നെ 18 സൈഡഡ് പോളി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും അല്ലേ? 18 സൈഡഡ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഈ ഓരോ ആംഗിൾസും ഈക്വലാണ് ഇതിൻ്റെ. ഓക്കെ, അങ്ങനത്തെ 18 ആംഗിളുകൾ ഉണ്ടാവും. ആ 18 ആംഗിളുകളുടെയും സമ്മാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഓരോ ആംഗിളിൻ്റെ കണ്ടുപിടിക്കാനായിട്ട് 18 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ പോരെ. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 2880 2818നെ 18 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 18 1 ടൈംസ് ഇതിൽ പോകും അല്ലേ? ബാക്കി ഇവിടെ 10 കിട്ടും. 8 നമുക്ക് ഇറക്കിയിടാം. 18 × 6 48 8 ബാക്കി 4. അപ്പോൾ നമുക്ക് 6 ടൈംസ് പോവും. അപ്പോൾ 108. ഈ 0 നമുക്ക് മുകളിലേക്ക് ഇടാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 160 ഡിഗ്രി. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ഓരോ ആംഗിൾസും 160 ഡിഗ്രിയാണ്. അതായത് ഈ ഓരോ ആംഗിളും 160 160 160 160. അങ്ങനെ നമുക്ക് എത്ര ആംഗിൾസ് ഉണ്ട് ഇവിടെ? അങ്ങനെ 18 ആംഗിളുകളുണ്ട്. അപ്പോൾ 18 സൈഡുള്ളൊരു പോളിഗണാണ്. അപ്പോൾ 18 ആംഗിൾസും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഫിഗർ അല്ല, ഞങ്ങൾക്ക് മനസ്സിലാവാൻ ഒരു പോർഷൻ വരച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതെന്താണ്? നമുക്ക് ഒരു ആംഗിൾ എത്ര കിട്ടി? 160 ഡിഗ്രി. അതാണ് നമ്മളോട് സെക്കൻഡ് പ്രോബ്ലത്തിൽ ചോദിച്ചിരിക്കുന്നത്. ഹൗ മച്ച് ഈസ് ദ ഈച്ച് ആംഗിൾ. ഇനി ഹൗ മച്ച് ഈസ് ദ ഔട്ടർ ആംഗിൾ കാണണ്ടേ? ഔട്ടർ ആംഗിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്കറിയാം സം ഓഫ് ഔട്ടർ ആംഗിൾസ് എന്താ? സം ഓഫ് ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണല്ലേ? ഏത് പോളിഗൺ എടുത്താലും എനി പോളിഗൺ, ഏത് പോളിഗണിൻ്റെയും എന്താണ്, ഏതൊരു പോളിഗണിൻ്റെയും സം ഓഫ് ഔട്ടർ ആംഗിൾസ് നമുക്ക് എന്താണ്? 360 ഡിഗ്രിയാണ്. ഇനി ഓരോ ഔട്ടർ ആംഗിളും കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? എത്ര ഔട്ടർ ആംഗിൾസ് ഉണ്ടാവും? 18. ഇതിൻ്റെയൊക്കെ തന്നെ ഔട്ടർ ആംഗിൾസ് ഇങ്ങനെ 18 എണ്ണം ഉണ്ടാവില്ലേ? ഇവിടെ അങ്ങനെ പുറത്തേക്കായിട്ട്. അപ്പോൾ 18 ഔട്ടർ ആംഗിൾസും ഉണ്ടാവും. അപ്പോൾ നമുക്ക് 360 ഡിവൈഡഡ് ബൈ 18 ചെയ്താൽ മതി. അപ്പോൾ 360 ഡിവൈഡഡ് ബൈ 18 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 360 ഡിവൈഡഡ് ബൈ 18 നമുക്ക് 2 ടൈംസ് അല്ലേ? അപ്പോൾ ഈ 0 മുകളിലേക്ക് ഇടുമ്പോൾ 20, ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ഡിഗ്രി. അതായത് ഈച്ച് ഔട്ടർ ആംഗിൾ എന്താണ്? 20 ഡിഗ്രി. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഹൗ മച്ച് ഈസ് ദ ഈച്ച് ഔട്ടർ ആംഗിൾ ഈസ് 20 ഡിഗ്രി. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ എന്താ? ഹൗ മച്ച് ഈസ് ദ ഇന്നർ ആംഗിൾ. അത് നമ്മളിങ്ങനെ കണ്ടുപിടിച്ചത്. ആദ്യം നമ്മൾ ഇന്നർ ആംഗിൾ സം കണ്ടുപിടിച്ചു. അതിനെ നമ്മൾ 18 കൊണ്ട്, കാരണം 18 സൈഡഡ് ആണ്, അതുകൊണ്ട് 18 ആംഗിൾസും അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ 18 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈച്ച് ഇന്നർ ആംഗിൾ ഈസ് എത്രയാണ് കിട്ടിയത്? 160 ഡിഗ്രി. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആൻസർ. അടുത്തത് നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പ്രോബ്ലം നോക്കാം. ഓക്കെ, ഇൻ വിച്ച് പോളിഗൺ ഈസ് ദ സം ഓഫ് ഔട്ടർ ആംഗിൾ ഓഫ് എ പോളിഗൺ 1 ഫ്രം ഈച്ച് വെർട്ടെക്സ് ഈക്വൽ ടു ദ സം ഓഫ് ഇറ്റ്സ് ഇന്നർ ആംഗിൾ. എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഏത് പോളിഗൺ ആണെന്നാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അവർ പറയാണ് ഇന്നർ ആംഗിളുകളുടെ സമ്മും ഔട്ടർ ആംഗിളുകളുടെ സമ്മും ഈക്വൽ ആയിട്ടുള്ള പോളിഗൺ ഏതാണ്? അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം?
അപ്പോൾ നമുക്ക് ആദ്യം അത് ചെയ്ത് നോക്കാം അല്ലേ. അതായത് ഇന്നർ ആംഗിളുകളുടെ സം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാലോ, n-2 ഇൻറ്റു 180. ഇതാണ് ഇന്നർ ആംഗിൾ സം. ഇതും ഔട്ടർ ആംഗിളിൻ്റെ സം എത്രയാണെന്ന് നമുക്കറിയാം അല്ലേ, 360 ഡിഗ്രി. ഇത് രണ്ടും ഈക്വൽ ആകുന്ന പോളിഗണയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ n കണ്ടുപിടിച്ചാൽ നമുക്കത് ഏത് പോളിഗണാന്ന് പറയാമല്ലോ. n അനുസരിച്ചല്ലേ നമ്മൾ പോളിഗണിനെ ഏത് പോളിഗണാന്ന് പറയുന്നത്. ഇപ്പോൾ n4 കിട്ടിയ ക്വാഡ്രിലാറ്ററലാന്ന് പറയാം, n3 കിട്ടിയ ട്രയാങ്കിളാന്ന് പറയാം, n5 കിട്ടിയ പെൻറ്റഗണാന്ന് പറയാം അല്ലേ. അപ്പോൾ നമുക്കിതിൽ ഇത് വെച്ചിട്ട് നമുക്ക് ആദ്യത്തെ ഉത്തരം കണ്ടുപിടിക്കാം. എന്ന് വെച്ചാൽ അവർ തന്നിരിക്കുന്ന ക്ലൂ ഇതാണ്, എന്താണ്, സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഈക്വൽ ടു സം ഓഫ് ഇന്നർ ആംഗിൾസ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഈക്വേഷൻ എഴുതുക. ഇതാണ് സം ഓഫ് എന്ത് വരിക, സം ഓഫ് ഇന്നർ ആംഗിൾസ് അല്ലേ. ഇതാണ് നമ്മൾ പറഞ്ഞു ഏതൊരു പോളിഗണിൻ്റെയും ഔട്ടർ ആംഗിൾ സം 360 ആണ്. അതുകൊണ്ട് ഇവിടെ എപ്പോഴും 360 തന്നെയായിരിക്കും സം ഓഫ് ഔട്ടർ ആംഗിൾസ്. ഓക്കെ, അപ്പോൾ സം ഓഫ് ഇന്നർ ആംഗിൾസും സം ഓഫ് ഔട്ടർ ആംഗിൾസും ഈക്വൽ ആയിട്ട് വരുന്ന പോളിഗൺ ഏതാണെന്ന് നമുക്കിതിന്ന് n കണ്ടുപിടിച്ചിട്ട് പറയാൻ പറ്റും. അപ്പോൾ നമുക്കിതിൽ n കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ n-2 ഇൻറ്റു 180 ഈസ് ഈക്വൽ ടു 360. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ n-2 ഇവിടെ നിർത്തിയിട്ട് 180 അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ n-2 ഈസ് ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ 180 കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, n-2 ഈസ് ഈക്വൽ ടു 0 ക്യാൻസൽ ചെയ്യാം, 36നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 അല്ലേ കിട്ടുക. ഓക്കെ, അപ്പോൾ n-2 ഈസ് ഈക്വൽ ടു 2 കിട്ടി. അടുത്തത് n ഈസ് ഈക്വൽ ടു ഈ -2 അപ്പുറത്ത് പോകുമ്പോൾ +2 ആവും അല്ലേ. അപ്പോൾ n ഈസ് ഈക്വൽ ടു 4. അപ്പോൾ ഏതാണ് നമ്മുടെ സ്ട്രക്ചർ, n4 ആവുന്നത് ആരാ, ക്വാഡ്രിലാറ്ററൽ. സോ നമുക്ക് എന്തെഴുതാം, സോ ദ പോളിഗൺ ഈസ് എ ക്വാഡ്രിലാറ്ററൽ. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ആംഗിൾ 80, ഇത് 110, ഇത് 70, ഇത് 100 അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഔട്ടർ ആംഗിൾ എന്തായിരിക്കും, നമ്മൾ പറഞ്ഞ ഔട്ടർ ആംഗിൾ ഈ രണ്ട് വെർട്ടെക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 കിട്ടണം. അപ്പോൾ ഇത് 100 ആയിരിക്കും അല്ലേ, ഇത് 80 ആണ്. ഇത് 170 ആണെങ്കിൽ ഇത് 70 ആയിരിക്കും, ഇത് 70 ആണെങ്കിൽ ഇത് 110 ആയിരിക്കും, ഇത് 100 ആണെങ്കിൽ ഇത് 80 ആയിരിക്കും. ഈ ഔട്ടർ ആംഗിൾസ് ഒക്കെ കൂട്ടി നോക്കിയേ, 80ഉം 70ഉം കൂട്ടുമ്പോൾ എത്ര കിട്ടും നിങ്ങൾക്ക്, 150 പ്ലസ് ഇവിടെ ഒരു 100 ഉണ്ട്, അപ്പോൾ 250, 250ഉം 110ഉം കൂട്ടുമ്പോൾ 360. കണ്ടോ, ഉള്ളിലത്തെ എല്ലാ ആംഗിൾസും കൂട്ടുമ്പോഴും 360. അപ്പോൾ ഏത് ഫിഗറിനാണ്, ഏത് പോളിഗണാണ് നമുക്ക് ഉള്ളിലത്തെ ആംഗിളുകളുടെ സമ്മും പുറത്തത്തെ ആംഗിളുകളുടെ സമ്മും സെയിം കിട്ടിയത്, അത് നമ്മുടെ ക്വാഡ്രിലാറ്ററലാണ്. അടുത്തത് നമുക്ക് സെക്കൻഡ് പ്രോബ്ലം ചെയ്യാം. സെക്കൻഡിൻ്റെ ആൻസർ എന്താ, ഇൻ വിച്ച് പോളിഗൺ സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ ട്വൈസ് ദ സം ഓഫ് ദ ഇന്നർ ആംഗിൾ. ഏത് പോളിഗണിനാണ് ഔട്ടർ ആംഗിളുകളുടെ സം ഇന്നർ ആംഗിളുകളുടെ സമ്മിന് ട്വൈസ് ആവുന്നത്. ഓക്കെ, അതായത് ഇന്നർ ആംഗിളുകളുടെ സമ്മിന് ട്വൈസ് എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു ഇന്നർ ആംഗിളുടെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ -2 ഇൻറ്റു 180. അതെപ്പോഴാണ് ഔട്ടർ ആംഗിളുകളുടെ സമ്മിന് ഈക്വൽ ആവുന്നത്. ഔട്ടർ ആംഗിളുകളുടെ സം എത്രയാണ്, 360. അപ്പോൾ ഇതാണ് ട്വൈസ്, ഇതിനെന്ത് പറയാം, ട്വൈസ് ദ സം ഓഫ് ഇന്നർ ആംഗിൾസ്. അപ്പോൾ ഇന്നർ ആംഗിളുടെ സമ്മിൻ്റെ ട്വൈസിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഈക്വൽ ടു ഇതിനെന്ത് എഴുതാം, ഔട്ടർ ആംഗിൾ സം അല്ലേ, ഔട്ടർ ആംഗിൾ സമ്മാണിത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, അപ്പോൾ ഇന്നർ ആംഗിൾ സമ്മിൻ്റെ ട്വൈസും അത് എന്തിനോട് ഈക്വൽ ആവണം, ഔട്ടർ ആംഗിളുകളുടെ സമ്മിന് ഈക്വൽ ആവുന്ന പോളിഗണെയാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇത് ഏത് പോളിഗണിനാണ് ഇന്നർ ആംഗിളുകളുടെ ഇരട്ടിയാവുന്നത്, ഔട്ടർ ആംഗിൾ. അപ്പോൾ അത് നമുക്ക് ഈ n കണ്ടുപിടിച്ചാൽ മതിയല്ലോ. വീണ്ടും നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്ത് n കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കത് ഏത് പോളിഗണാന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സൈഡ് ഏതാണെന്ന് അറിഞ്ഞാൽ പിന്നെ നമുക്കത് ഏത് പോളിഗണാന്ന് ഈസിയാണ് അല്ലേ കണ്ടുപിടിക്കാൻ. അപ്പോൾ നോക്കിയേ, 2 ഇൻറ്റു n-2 ഇൻറ്റു 180 ഈക്വൽ ടു 360 എന്ന് കിട്ടി അല്ലേ. ഇനി നോക്കി 2 ഇൻറ്റു നമുക്ക് എന്ത് ചെയ്യാം, ഈ 180 ഇതും ഒരുമിച്ചല്ലേ കിടക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ 360 എന്ന് എഴുതി ഇവിടെ, അതായത് 2 ഇൻറ്റു 180, അതായത് 360 ഇൻറ്റു n-2 എന്ന് കിട്ടും, ഇസ് ഈക്വൽ ടു 360. ഈ 360നെ അങ്ങോട്ട് കൊണ്ടുപോകാം അല്ലേ. അപ്പോൾ n-2 മാത്രം ഇവിടെ നിർത്തുക, ഒരു 360 ഇവിടെ ഉണ്ട്, ഇത് ചെയ്ത് കിട്ടിയ 360 ആണിത്, അല്ലാതെ ഇവിടുത്തെ 360 അല്ല കേട്ടോ, ഈ 2 ഇൻറ്റു 180 കിട്ടിയതാണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 360 ഇവിടെ എഴുതാം. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, n-2 ഇസ് ഈക്വൽ ടു, നമുക്കറിയാം 360 ബൈ 360 1 ആണ്. ഇനി n ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം, ഈ -2 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും, +2 ആവും അല്ലേ. അപ്പോൾ 1 + 2 എന്നാവും. അപ്പോൾ n ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും.
അപ്പോൾ മൂന്ന് സൈഡുള്ള പോളിഗൺ ഏതാണ്? 3 സൈഡുള്ള പോളിഗൺ നമുക്ക് എന്ത് പറയാം? സോ ദ 3-sided പോളിഗൺ ഈസ് ട്രയാങ്കിൾ അല്ലേ? നമ്മുടെ ട്രയാങ്കിളാണ് 3 സൈഡുള്ള നമ്മുടെ പോളിഗൺ. അപ്പോൾ നിങ്ങൾക്കത് ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കി, നിങ്ങളുടെ ട്രയാങ്കിളുകളുടെ ഉള്ളിലത്തെ എല്ലാ ആംഗിളും കൂട്ടി എത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? ഇത് 60 വിചാരിക്കുക. ഈക്വലാറ്ററൽ ട്രയാങ്കിളാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ പുറത്ത് ഇവിടെ എത്ര വരും? നമ്മൾ പറഞ്ഞിട്ട് ഇത് രണ്ടും ആഡ് ചെയ്താൽ 180 വരണം. അപ്പോൾ ഇത് 120 വരും അല്ലേ? ഇനി ഇതും 120 വരും. ഈ ഔട്ടർ ആംഗിൾ 120, ഈ ഔട്ടർ ആംഗിൾ 120 വരും. അപ്പോൾ ഈ 60 എല്ലാം കൂട്ടിയാൽ നമുക്ക് 180 കിട്ടും, ഇന്നർ ആംഗിളുകളുടെ സം. ഔട്ടർ ആംഗിൾ എല്ലാം കൂടി കൂട്ടി നോക്കിയാൽ 120 കൂട്ടിയാൽ നമുക്ക് 360 കിട്ടും. അപ്പോൾ ഇത് ഇന്നർ ആംഗിൾ നമുക്ക് എന്ത് കിട്ടി? 180. ഔട്ടർ ആംഗിൾ എത്ര കിട്ടി? ഔട്ടർ ആംഗിളുകളുടെ സം എല്ലാം കൂട്ടിയപ്പോൾ നമുക്ക് 360 കിട്ടി. അപ്പോൾ നോക്കി, ഇതിൻ്റെ ഇരട്ടിയല്ലേ ഇത്? അതന്നെയല്ലേ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 2 ദ സം ഓഫ് ഇന്നർ ആംഗിൾ ആണ് ഔട്ടർ ആംഗിൾ. മനസ്സിലായല്ലോ? അപ്പോൾ എപ്പോഴാണ് ട്രയാങ്കിൾ എന്ന് പറയുന്ന പോളിഗണിലാണ് ഇന്നർ ആംഗിളുകളുടെ സമ്മിൻ്റെ 2 ആയിരിക്കും ഔട്ടർ ആംഗിളുകളുടെ സം. അടുത്തത് തേർഡ് പ്രോബ്ലം. സെക്കൻഡ് പ്രോബ്ലത്തിൽ തന്നെ തേർഡ് സബ് ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ വിച്ച് പോളിഗൺ ഈസ് ദ സം ഓഫ് ഔട്ടർ ആംഗിൾ ഈസ് ഹാഫ് ദ സം ഓഫ് ദ ഇന്നർ ആംഗിൾ? എപ്പോഴാണ് സം ഓഫ് ഔട്ടർ ആംഗിൾ ഇന്നർ ആംഗിളുകളുടെ സമ്മിൻ്റെ പകുതിയാവുന്നതെന്ന്? അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ കൊടുക്കാം? അപ്പോൾ നമുക്ക് ഇക്വേഷനെ ഹാഫ് എന്ന് പറഞ്ഞാൽ 1/2 അല്ലേ? 1/2 ഇൻറ്റു ഇന്നർ ആംഗിൾ സമ്മിൻ്റെ ഇക്വേഷൻ എന്താ? n-2 ഇൻറ്റു 180 അല്ലേ? ഈക്വൽ ടു ഔട്ടർ ആംഗിളുടെ സം 360 ഡിഗ്രി. അപ്പോൾ എപ്പോഴാണ് ഔട്ടർ ആംഗിളുകളുടെ സം ഇന്നർ ആംഗിളുകളുടെ സമ്മിൻ്റെ പകുതി ആവുന്നത്? ഓക്കെ, ഇതാണ് ഹാഫ് ഓഫ് സം ഓഫ് ഇന്നർ ആംഗിൾസ് അല്ലേ? ഇന്നർ ആംഗിൾസ് ഇതെന്താണ്? ഈക്വൽ ടു ഔട്ടർ ആംഗിൾസ്. ഓക്കെ, എപ്പോഴാണ് ഔട്ടർ ആംഗിളുകളുടെ സം ഇന്നർ ആംഗിളുകളുടെ സമ്മിൻ്റെ പകുതി ആവുന്നത്? അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് n കണ്ടുപിടിച്ചാൽ പോരെ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഹാഫ് ഇൻറ്റു n-2 ഇൻറ്റു 180 എഴുതാം. 360 എന്ന് എഴുതി. ഇനി ഈ ഹാഫിനപ്പുറത്തേക്ക് കൊണ്ടേ കൂടെ, അല്ലെങ്കിൽ ഈ ഹാഫിനെ നമുക്ക് ഈ 180 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? അപ്പോൾ 180/2 ചെയ്യുമ്പോൾ ഇതും ഒരുമിച്ചെടുക്കാം. അതായത് 180നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 90 കിട്ടും. അപ്പോൾ 90 ഇൻറ്റു n-2 ഈസ് ഈക്വൽ ടു 360 എന്ന് കിട്ടും. ഇനി n-2 ഇവിടെ നിർത്താം. ഈ 90 അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം അല്ലേ? ഇവിടെ ഇൻറ്റു അല്ലേ? അപ്പോൾ അവിടെ പോകുമ്പോൾ ഡിവിഷനാവും. ഇനി ഇതൊന്നും വെട്ടിപ്പോയി. ഇനി 9ൻ്റെ ടേബിളിൽ 36 എപ്പോഴാണ്? 4 വെട്ടല്ലേ? അപ്പോൾ ഇത് 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് n-2 ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. അപ്പോൾ n എന്ത് കിട്ടും? ഈ -2 അങ്ങോട്ട് പോകുമ്പോൾ 4 + 2 ആവും അല്ലേ? അപ്പോൾ n ഈസ് ഈക്വൽ ടു 6. അപ്പോൾ 6 ഏതാണ്? 6 സൈഡഡ് പോളിഗൺ ഈസ് ഏത് പോളിഗണാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചത്? 6 സൈഡഡ് പോളിഗൺ ഈസ് ഹെക്സഗൺ. ഓക്കെ, ഹെക്സഗൺ. അതുകൊണ്ട് ഈ പോളിഗൺ ഏതാണ്? ഹെക്സഗൺ ആയിരിക്കും. അപ്പോൾ നോക്കിക്കേ, ഈ പറഞ്ഞത് ശരിയാണോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാലോ. 6 സൈഡായിട്ടുള്ള പോളിഗൺ ഏതാ? നമ്മുടെ ഹെക്സഗൺ. ഹെക്സഗണിൻ്റെ ഓരോ ആംഗിളും 120 ഡിഗ്രി ആണെന്ന് നമ്മൾ മുമ്പേ പ്രൂവ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ ഓരോന്നും 120 ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ n-2 ഇൻറ്റു 180 ഇട്ട് കൊടുത്തിട്ട് ഇന്നർ ആംഗിളുകളുടെ ഓരോന്നും കണ്ടുപിടിക്കാനും പറ്റും അല്ലേ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് എക്സസൈസിൽ ഇതെങ്ങനെയാണ് ചെയ്യണതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, കണ്ടുപിടിക്കേണ്ടതൊക്കെ അല്ലേ? ഓരോ ആംഗിൾ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മുമ്പത്തെ വീഡിയോസ് പോയിട്ട് എങ്ങനെയാണെന്നത് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കുക. ഇതൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? എങ്ങനെയാണ് ഓരോ ഇന്നർ ആംഗിളുകൾ കണ്ടുപിടിക്കുന്നതെന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 120 ആണ് ഓരോ ആംഗിളിൽ നിന്നും കിട്ടി. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? ഇന്നർ ആംഗിൾ സം ഓഫ് ഹെക്സഗൺ. ഹെക്സഗണിൻ്റെ ഇന്നർ ആംഗിൾ സം എന്ന് പറഞ്ഞാൽ n-2 ഇൻറ്റു 180 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 720 എന്ന് കിട്ടും അല്ലേ? കാരണം 6 - 2 ഇൻറ്റു 180 720 ആണ് കിട്ടുക. നിങ്ങൾ നോക്കി, ഈ 720 എന്ന് പറയുന്നത് 360യുടെ ഇരട്ടിയല്ലേ? അല്ലെങ്കിൽ 720യുടെ പകുതിയല്ലേ? ഹാഫ് അല്ലേ 360 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? നമ്മുടെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് എന്താണ്? ഔട്ടർ ആംഗിളിൻ്റെ സം എന്ന് പറയുന്നത് ഇന്നർ ആംഗിൾ സമ്മിൻ്റെ ഹാഫാണെന്ന്. ഓക്കെ, അപ്പോൾ അതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് അവർ തന്നിരിക്കുന്ന കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ പ്രൂവ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അനുസരിച്ച് ഹാഫ് ദ ഇന്നർ ആംഗിൾ സം എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു ഇന്നർ ആംഗിളിൻ്റെ ഫോർമുല എഴുതാം. കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇസ് ഈക്വൽ ടു ഔട്ടർ ആംഗിളിൻ്റെ സം 360 ആണ്. ഏത് പോളിഗൺ ആണെങ്കിലും അത് തന്നെയാണ്.
അപ്പോൾ നമ്മളത് അവിടെ എഴുതി. എന്നിട്ട് ഇതിൽ നിന്ന് n നമ്മൾ സോൾവ് ചെയ്ത് കണ്ടുപിടിച്ചു. അപ്പോൾ n എത്ര കിട്ടി? 6. അപ്പോൾ അത് ഏതാണ്? പോളിഗൺ ഹെക്സഗൺ. അതൊന്ന് ചെക്ക് ചെയ്തതാണ് ഇവിടെ, കാരണം നമ്മൾ മുമ്പ് കണ്ടുപിടിച്ചിട്ടുള്ളതാണ് ഹെക്സഗണിൻ്റെ ഓരോ ആംഗിളും 120 ആണെന്ന്. അത് ആഡ് ചെയ്യുമ്പോൾ 720 ആണല്ലോ നമുക്ക് കിട്ടുന്നത്. 720യുടെ പകുതിയാണല്ലോ 360. ആ ഒരു കാര്യമാണല്ലോ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളത് വെച്ചിട്ടാണ് ഈ പ്രോബ്ലം നമ്മൾ ചെയ്തത്. ഇത് മെത്തേഡൊക്കെ സെയിം ആണ്. നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യം വെച്ച് ഈ ഇക്വേഷൻ ഫോം ചെയ്യുന്നത് ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് അതിൽ നിന്ന് n കണ്ടുപിടിക്കുക. അത്രേ ഈ പ്രോബ്ലങ്ങളിൽ ചെയ്യാനുള്ളൂ. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ലാസ്റ്റ് 4th സബ് ക്വസ്റ്റ്യൻ ആണ്. എന്താ? ഇൻ വിച്ച് പോളിഗൺ ഈസ് ദ സം ഓഫ് ദ ഔട്ടർ ആംഗിൾ 1/3 ഓഫ് ദ സം ഓഫ് ദ ഇന്നർ ആംഗിൾ. അതായത് ഇന്നർ ആംഗിളുകളുടെ സമ്മിൻ്റെ 1/3 ആവണം ഔട്ടർ ആംഗിൾ. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ എന്താ? ഇന്നർ ആംഗിളുകളുടെ സം എന്ന് പറയുന്നത് നമുക്കറിയാം n-2 ഇൻറ്റു 180 അല്ലേ? അതിൻ്റെ 1/3 എന്ന് പറഞ്ഞാൽ എത്രയാ? 1/3 ഇൻറ്റു അല്ലേ? അതായിരിക്കും ഔട്ടർ ആംഗിളുകളുടെ സം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായിരിക്കും 360 ഡിഗ്രി. അപ്പോൾ ഇവിടെ ഹാഫ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 1/2 എടുത്തു. ഇവിടെ 1/3 എന്ന് പറയുമ്പോൾ 1/3 എടുക്കും. ഓക്കെ, ഇനി ഇതെന്നെ n കണ്ടുപിടിച്ചാൽ മതി, നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ നമുക്ക് 1/3, അതായത് ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? അപ്പോൾ നമുക്ക് n-2 ഇൻറ്റു 180നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 60 എന്ന് കിട്ടും അല്ലേ? ഈക്വൽ ടു 360. ഇനി n-2 ഇവിടെ നിർത്തുക, 16 അങ്ങോട്ട് കൊണ്ടുപോവാം. അപ്പോൾ 360/60 എന്ന് വരും. ഇതും ക്യാൻസൽ ചെയ്ത് n-2 ഈക്വൽ ടു 36നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 6 അല്ലേ? n-2 ഈക്വൽ ടു 6. അപ്പോൾ n എന്തായിരിക്കും? ഈ -2 അങ്ങോട്ട് പോകുമ്പോൾ അത് +2. അപ്പോൾ n ഈക്വൽ ടു 8 അല്ലേ? അപ്പോൾ n ഈക്വൽ ടു 8 എന്ന് കിട്ടി. അതായത് എന്താ? 8 സൈഡഡ് പോളിഗൺ. സോ 8 സൈഡഡ് പോളിഗൺ ഈസ് എന്താ അതിൻ്റെ പേര്? ഒക്ടഗൺ. ഓക്കെ, ഇറ്റ് ഈസ് എ ഒക്ടഗൺ. സോ ഇറ്റ് ഈസ് ആൻ ഒക്ടഗൺ. അതൊരു ഒക്ടഗൺ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സസൈസിൽ എല്ലാ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് നന്നായിട്ട് ചെയ്ത് പഠിക്കാം കേട്ടോ.